شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي. عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة. ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, നമ്മൾ സൂറത്തുൽ ഖിയാമ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. 37 മുതലുള്ള ആയത്തുകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം യകുൻ നുത്ഫതൻ മിൻ മനിയ്യിൻ യുംനാ ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى صدق الله العلي العظيم. 37 മുതൽ 40 വരെയുള്ള ആയത്തുകൾ, അതായത് ഈ സൂറയുടെ അവസാനം വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. ഇനി അല്ലാഹു തആല അവസാനമായി നമ്മുടെയൊക്കെ ശ്രദ്ധ ഒന്നുകൂടെ ക്ഷണിക്കുകയാണ് പുനർജന്മത്തിൻ്റെ ആ ഒരു വിഷയത്തിലേക്ക്. മനുഷ്യനെ ഒന്നുമില്ലായ്മയിൽ നിന്ന് പടച്ച അള്ളാഹു, ഘട്ടം ഘട്ടമായി അവനെ ഓരോ വളർച്ചാ ഘട്ടത്തിലെത്തിച്ച അള്ളാഹു, ആ അള്ളാഹുവിനെന്താ നിങ്ങൾ മരിച്ച് മണ്ണടിഞ്ഞ ശേഷം നിങ്ങളെ രണ്ടാമത് പുനർജനിപ്പിക്കാൻ പ്രയാസമുണ്ടോ? കഴിവുള്ളവനല്ലേ എന്ന് അള്ളാഹു തആല ചോദിക്കുകയാണ്. അലം യകുൻ നുത്ഫതൻ മിൻ മനിയ്യിൻ യുംന. തൊട്ടുമുമ്പ് പറഞ്ഞ ആയത്തെന്താ? മനുഷ്യനെ വെറുതെ വിടുമോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നല്ലേ? നിങ്ങളങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. നിങ്ങൾ ലക്ഷ്യബോധമുള്ള ആളുകളാണ്, നിങ്ങൾ അതിനനുസരിച്ച് ജീവിക്കേണ്ട ആളുകളാണ്. നിങ്ങൾ ഇങ്ങനെ പരലോകവും പുനർജന്മവും നിഷേധിച്ച് നടക്കേണ്ട ആളുകളാണോ നിങ്ങൾ? അല്ലല്ലോ. എന്തിനാ നിങ്ങൾ പുനർജന്മം നിഷേധിക്കുന്നത്? എന്താ നിങ്ങളെ പുനർജന്മിപ്പിക്കാൻ അള്ളാഹുവിന് കഴിയില്ലേ? നിങ്ങൾ വെറും ഒരു മനിയിൽ നിന്നൊരു നുത്ഫത്തിൽ നിന്ന് നിങ്ങൾ ഉണ്ടാക്കിയവനല്ലേ അള്ളാഹു? എന്നിട്ട് നിങ്ങളെ അലഖയാക്കിയില്ലേ? എന്നിട്ട് നിങ്ങളെ മനുഷ്യനാക്കി പടച്ചില്ലേ? പിന്നെ നിങ്ങൾ നിന്ന് 2 ഇണകളെ ഉണ്ടാക്കിയില്ലേ? ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയ ആൾക്ക് എന്താ നിങ്ങളെ രണ്ടാമത് ജനിപ്പിച്ചുകൂടെ? അലം യകു, മനുഷ്യനായിരുന്നില്ലേ, അവൻ ആയിരുന്നില്ലേ, നുത്ഫതൻ ഒരു ബിന്ദു ആയിരുന്നില്ലേ, മിൻ മനിയിൻ ഇന്ദ്രിയത്തിൽ നിന്നുള്ള, യുംന സ്രവിക്കപ്പെടുന്ന പുറംതള്ളപ്പെടുന്ന ഇന്ദ്രിയത്തിൽ നിന്നുള്ള ഒരു തുള്ളിയായിരുന്നില്ലേ അവൻ? അല്ലെങ്കിൽ ഒരു ബിന്ദുവായിരുന്നില്ലേ അവൻ? അല്ലെങ്കിൽ ഒരു ബീജകണമായിരുന്നില്ലേ അവൻ? അലം യകു, അവൻ ആയിരുന്നില്ലേ, നുത്ഫതൻ ഒരു ബീജകണം ആയിരുന്നില്ലേ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബിന്ദു, ഒരു തുള്ളി ആയിരുന്നില്ലേ, മിൻ മനിയ്യിൻ യുംന സ്രവിക്കപ്പെടുന്ന, മനിയിൽ നിന്നുള്ള, ഗർഭാശയത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന അല്ലെങ്കിൽ പുറംതള്ളപ്പെടുന്ന, യുംന എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വരുന്ന, സ്രവിക്കപ്പെടുന്ന, പുറംതള്ളപ്പെടുന്ന മനിയിൽ നിന്നുള്ള ഒരു ബീജകണമായിരുന്നില്ല അവൻ എന്നാണ്. മനുഷ്യന്റെ മൂലഘടകം അല്ലാഹു തആല വിവരിച്ചു തരികയാണ്. മനുഷ്യന്റെ മൂലഘടകം എന്താ? മനുഷ്യൻ നിന്നുണ്ടായത് നിസ്സാരമായ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ്. അപ്പോൾ അവൻ നിസ്സാരമായ സ്രവിക്കപ്പെടുന്ന ഒരു ഇന്ദ്രിയത്തുള്ളി ആയിരുന്നില്ല മനുഷ്യൻ. എന്നിട്ട് സുമ്മ പിന്നീട് കാന അലഖതൻ, പിന്നീട് അവനൊരു രക്തപിണ്ഡമായി മാറി. ഫഖലഖ, എന്നിട്ട് അള്ളാഹു അവനെ ഒരു മനുഷ്യനാക്കി പടച്ച്. ഫസവ്വ, എന്നിട്ട് അവൻ കാര്യങ്ങളൊക്കെ ശരിയാക്കി. എന്നിട്ട് അവനെ ശരിപ്പെടുത്തി. അപ്പൊ ആദ്യം നുത്ഫയായിരുന്നു, പിന്നീട് അവൻ അലഖയായി മാറി, രക്തപിണ്ഡമായി മാറി. ഗർഭസ്ഥ ശിശു അല്ലെങ്കിൽ ഭ്രൂണം പിടിച്ചതിന്റെ 2ാമത്തെ ഘട്ടമാണ്. അവൻ എന്തായി? ഒരു രക്തപിണ്ഡമായി. എന്നിട്ട് ഫഖലഖ, അവനെ അല്ലാഹു തആല സൃഷ്ടിച്ചു. എന്നിട്ട് ഫസവ്വ, അവനെ ശരിപ്പെടുത്തി. കാല്, കൈ, കാത്, തല, ചെവി, ഹൃദയം, ശരീരത്തിന്റെ ഭാഗങ്ങൾ, എല്ലുകൾ, ഇറച്ചി, ഇതൊക്കെ റബ്ബിങ്ങനെ കൃത്യമായി ശരിപ്പെടുത്തി പാകപ്പെടുത്തി സൃഷ്ടിച്ചിട്ട് പുറത്തേക്ക് വിട്ടു. ഇങ്ങനെ ഇത് ചെയ്തത് അള്ളാഹു അല്ലേ? ഇത് ഉമ്മാന്റെ ഗർഭാശയത്തിൽ നടക്കുന്ന പണിയല്ലേ? ഇതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ദഖലുണ്ടോ? നമ്മൾ ആരെങ്കിലും നമ്മളെ ഭാര്യയുടെ വയറ്റിന്റെ ഉള്ളിൽ പോയിട്ട് കൈയിട്ടിട്ടോ മറ്റോ നമ്മൾ എന്തെങ്കിലും തരത്തിൽ ആ കുഞ്ഞിന്റെ വളർച്ചയിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒക്കെ അള്ളാഹു ഉണ്ടാക്കിയതാണ്. മാസം ചെക്കപ്പിന് പോകുമ്പോൾ പിന്നെ ഡോക്ടർമാർ ചെക്ക് ചെയ്യും, എന്തായിട്ടുണ്ട്, എങ്ങനെയൊക്കെ ആയിട്ടുണ്ട്, എന്തൊക്കെയാണ് നിലപാട്, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ, അത് ചെക്ക് ചെയ്യും. അല്ലാതെ ഒന്നും അവർക്ക് ആ സൃഷ്ടിപ്പിൽ കൈകടത്താൻ കഴിയില്ല. അത് അള്ളാഹു മാത്രം ചെയ്യണ പണിയാണ്. അല്ലേ? നമ്മൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യണില്ല നമ്മള്. സുബ്ഹാനല്ലാഹ്.
ഓരോന്നും ഓരോ സമയത്തും ഓരോ സമയമാകുമ്പോൾ അവയവങ്ങൾ അല്ലാഹു തആല ഉണ്ടാക്കി, ഇറച്ചി പൊതിഞ്ഞു, എല്ല് പൊതിഞ്ഞു, എന്നിട്ട് ഫസവ്വ അവനെ ശരിപ്പെടുത്തി. ഫഖലഖ ഫസവ്വ അവനെ ഒരു മനുഷ്യനാക്കി സൃഷ്ടിച്ച് ശരിപ്പെടുത്തി. സുമ്മ കാന അലഖതൻ പിന്നെ അവന് രക്തപിണ്ഡമായി. ഫഖലഖ ഫസവ്വ എന്നിട്ട് അവനെ ഒരു മനുഷ്യനായി സൃഷ്ടിച്ച് ശരിപ്പെടുത്തി. അതായത് ഒരു ഇന്ദ്രിയത്തുള്ളിക്ക് വിവിധ സമയത്ത് വന്ന പരിണാമങ്ങൾക്കൊടുവിൽ ഒരു പൂർണ്ണ മനുഷ്യനാക്കി അള്ളാഹു മനുഷ്യനെ ക്രമീകരിച്ചു. എന്നിട്ടോ ഫജഅല മിൻഹു സൗജൈനി ദക്റ വൽ ഉൻസ ഫജഅല മിൻഹു എന്നിട്ട് അവൻ അതിൽ നിന്നുണ്ടാക്കി, എന്നിട്ട് അവൻ അവനിൽ നിന്നുണ്ടാക്കി. ഫജഅല എന്നിട്ട് അള്ളാഹു ഉണ്ടാക്കി മിൻഹു അവനിൽ നിന്ന് ആരെ അസ്സൗജൈനി രണ്ട് ഇണകളുണ്ടാക്കി. ഏതാ രണ്ട് ഇണകൾ? അദ്ദക്റ വൽ ഉൻസ ആണും പെണ്ണും. ഫജഅല മിൻഹു സൗജൈനി ദക്റ വൽ ഉൻസ അവൻ ആ മനുഷ്യരിൽ നിന്ന് പിന്നെ ആണ് പെണ്ണ് എന്നീ രണ്ട് ഇണകളെ ഉണ്ടാക്കി. അല്ലെങ്കിൽ പിന്നെന്താണ് പറയാ, ഭ്രൂണത്തിൽ നിന്ന് അല്ലേ മനുഷ്യൻ ആണ് പെണ്ണ് എന്ന രണ്ട് വർഗങ്ങളെ അല്ലാഹു തആല ഉണ്ടാക്കി, രണ്ട് ഇണകളെ ഉണ്ടാക്കി. എന്ന് പറഞ്ഞാൽ മനുഷ്യവംശം ഈ ഭൂമിയിൽ നിലനിൽക്കാൻ ആവശ്യമായ വിധത്തിൽ ആൺ പെൺ എന്നിങ്ങനെ രണ്ട് ഇണകളെ ഉണ്ടാക്കി. അത് തന്നെ ആ രണ്ട് ഇണകൾക്ക് എതിർലിംഗത്തോട് ആകർഷണം നൽകി ആണിനെയും പെണ്ണിനെയും അവൻ ആ ഒരു ഇന്ദ്രിയത്തിലൂടെ അല്ലാഹു തആല സംവിധാനിച്ചു. ഒക്കെ ആ ഇന്ദ്രിയത്തിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് അല്ലേ? ആ ഇന്ദ്രിയത്തിൽ നിന്നാണ് അല്ലാഹു തആല രണ്ടും ആണും പെണ്ണൊക്കെ ആക്കി മാറ്റണത്. സുബ്ഹാനല്ലാഹ്. നമ്മളത് വിശദമായി മുമ്പ് പഠിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് വളരെ വിശദമായി നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് ആ ഭാഗം ഞാൻ വിടുകയാണ്. അപ്പോൾ മനുഷ്യൻ സ്രവിക്കപ്പെടുന്ന ഇന്ദ്രിയത്തുള്ളിയായിരുന്നു. പിന്നെ അവൻ മാംസപിണ്ഡമായി, രക്തപിണ്ഡമായി. സുമ്മക്കാന അലഖത്തൻ പിന്നെ അവൻ രക്തപിണ്ഡമായി. പിന്നീട് അവനെ മനുഷ്യനായി അല്ലാഹു തആല ശരിപ്പെടുത്തി സൃഷ്ടിച്ചു. അവനിൽ നിന്ന് തന്നെ ആ ഒരു നുത്ഫയിൽ നിന്ന് അല്ലെങ്കിൽ ബീജത്തിൽ നിന്ന് മനുഷ്യവർഗത്തിൽ അല്ലാഹു തആല ആൺ പെണ്ണ് എന്നീ രണ്ട് വർഗങ്ങളെ ഉണ്ടാക്കി. ഇങ്ങനെയൊക്കെ ചെയ്ത തമ്പുരാൻ ഞാൻ അല്ലാഹു തആല ചോദിക്കുകയാണ് 40-ാമത്തെ ആയത്തിൽ, അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹ്യിയൽ മൗത അങ്ങനെയുള്ള അവൻ, ഇങ്ങനെയൊക്കെ ചെയ്ത അല്ലാഹു മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവനല്ലേ? അലൈസ ദാലിക ഇങ്ങനെയൊക്കെ ചെയ്ത അല്ലാഹു ബിഖാദിരിൻ കഴിവുള്ളവനല്ലേ? അലൈസ ദാലിക ബിഖാദിരിൻ ഇതൊക്കെ ചെയ്ത അല്ലാഹു കഴിവുള്ളവനല്ലേ? എന്തിന്? അലാ അൻ യുഹ്യിയൽ മൗത മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ. മൗത എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടവർ, അവരെ ജീവിപ്പിക്കാൻ അല്ലാഹു കഴിവുള്ളവനല്ലേ? അല്ല എന്ന് ആർക്കെങ്കിലും മറുപടി പറയാൻ പറ്റുമോ? പറ്റൂല. അതാണ് ആ ചോദ്യം. വായടപ്പൻ ചോദ്യമാണ്, മറുപടി ഇല്ലാത്ത ചോദ്യമാണത്. ആർക്കെ പറയാൻ കഴിയുന്നു? എന്നിട്ടും ഈ ആളുകൾ ഇത് വിശ്വസിക്കുന്നില്ലല്ലോ. എന്നിട്ടും ഇത്തരം ആളുകൾ പുനർജന്മം നിഷേധിക്കുകയാണല്ലോ. അതാണ് അവിടുത്തെ വിഷയം. അതാണ് അല്ലാഹു തആല പറയാൻ ശ്രമിക്കുന്നതും. അപ്പോൾ ആയത്തിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ അല്ലേ? 37 മുതൽ 40 വരെയുള്ള ആയത്തുകൾ അർത്ഥം മനസ്സിലായല്ലോ. അത് വിശദീകരിക്കാത്തത് മുമ്പ് വിഷയം പറഞ്ഞത് കൊണ്ടാണ്. യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ് എന്നൊക്കെ പറഞ്ഞ ആയത്തൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ വളരെ വിശദമായി മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. സൂറത്തു താരിഖ്. ആവശ്യമുള്ള ആളുകൾ അവിടെ റെഫർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ അതിനെ മറുപടി ഇനി പറയുകയാണെങ്കിൽ തന്നെ എന്താ പറയുക? അതേ, തീർച്ചയായിട്ടും അല്ലാഹുവിനത് കഴിവുള്ളവൻ തന്നെയാണ്. അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹ്യിയൽ മൗത കേവലം ശൂന്യതയിലായിരുന്ന മനുഷ്യനെ ഒരു നിസ്സാര വസ്തുവിൽ നിന്ന് വിവിധ ഘട്ടങ്ങളിലായി ഇങ്ങനെ ഒരു വിശിഷ്ട രൂപം നൽകി സൃഷ്ടിച്ച സർവശക്തനായ അല്ലാഹു, ആ അല്ലാഹുവിന് മനുഷ്യൻ മരിച്ച ശേഷം വീണ്ടും സൃഷ്ടിക്കാൻ കഴിയുകയില്ല എന്ന് വിശ്വസിക്കുന്ന മനുഷ്യൻ ബുദ്ധിയുള്ളവനാണെന്ന് ആർക്കും പറയാൻ പറ്റുള്ളൂ. ശൂന്യതയിൽ നിന്ന് ഇത്രയും സുന്ദരമായി മനുഷ്യനെ സംവിധാനിച്ച അല്ലാഹുവിന് മണ്ണിൽ ലയിച്ച ശേഷം ഇവർക്ക് പുനർജന്മം നൽകാൻ കഴിവുണ്ടോ? പ്രയാസമുണ്ടോ? ഇതാണ് ചോദ്യം. പുനർജന്മം നൽകാൻ അള്ളാഹുവിന് കഴിവില്ലേ? അതൊരു പ്രയാസമുള്ള കാര്യമേ അല്ല. അള്ളാഹു അതിന് കഴിവുള്ളവൻ തന്നെ എന്ന് എല്ലാ ബുദ്ധിമാന്മാരും സമ്മതിക്കും. സാമാന്യ ബുദ്ധിയുള്ള ആളുകൾ സമ്മതിക്കും. മറ്റുള്ളത് നിഷേധിക്കുന്ന ആളുകൾ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റെന്തെങ്കിലും ലാഭങ്ങൾക്ക് വേണ്ടി അങ്ങനെ പറയുകയാണ്. അല്ലാതെ ചിന്തിക്കാഞ്ഞിട്ടും എല്ലാവർക്കും തിരിയാഞ്ഞിട്ടൊന്നുമല്ല എന്നർത്ഥം. ആർക്കത് കൂടുതൽ മനസ്സിലാക്കാൻ വലിയ ബുദ്ധി വേണം. അപ്പോൾ സാമാന്യ ബുദ്ധി പോരെ. അവസാനത്തെ ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ ഇങ്ങനെ പറയണം, ഇത് സുന്നത്താണ്. സുബ്ഹാനക അല്ലാഹുമ്മ ബല എന്ന് പറയുന്ന സുന്നത്താണ് അത്രേ. കാരണം ചോദ്യമല്ല, ചോദ്യം നമ്മൾ ഉത്തരം പറയണം. അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹ്യിയൽ മൗത അങ്ങനെ കഴിവുള്ളവനല്ലേ എന്നുള്ള ചോദ്യത്തിന് ബല, അതെ സുബ്ഹാനക അല്ലാഹുമ്മ ബല, അതേ റബ്ബേ കഴിവുള്ളവനാണ്. നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, നിന്റെ പരിശുദ്ധിയെ ഞാൻ പ്രകീർത്തിക്കുന്നു. അതേ, നിശ്ചയമായും നീ അതിന് കഴിവുള്ളവൻ തന്നെ. സുബ്ഹാനക അല്ലാഹുമ്മ ബല. അങ്ങനെയാണ് ഈ ആയത്ത്
അവസാനം പറയേണ്ടത് ഈ ആയത്ത് പാരായണം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി വന്നിട്ടുണ്ട്, നമ്മളും അങ്ങനെ പറയുക ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ. ഈ ആയത്ത് മനഃപൂർവ്വം അർത്ഥം ആലോചിച്ച് ഓതുന്ന ആൾക്ക് എന്തായാലും ഇങ്ങനെ പറഞ്ഞേ പറ്റൂ, ഇയാൾ പറയാതെ പോവില്ല. കാരണം പറയാൻ കഴിയാതിരിക്കൂല ഒരു മനുഷ്യൻ. എങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അർത്ഥറിഞ്ഞ് ചിന്തിച്ച് ഓതുന്ന ആളാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് മറുപടി പറയാതെ പോവുക അല്ലേ? അതുകൊണ്ട് എല്ലാവരും പറയും എന്നർത്ഥം. ബലാ സുബ്ഹാനകല്ലാഹുമ്മ ബലാ, അതേ റബ്ബേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, നിനക്ക് കഴിയാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങളുള്ള ആയത്തുകൾക്കൊക്കെ ഓതുമ്പോൾ മറുപടി പറയണം എന്നാണ്. നമ്മൾ പലപ്പോഴും ആ വിഷയം പറഞ്ഞിട്ടുണ്ട് അല്ലേ? ചോദ്യമുള്ള ആയത്തുകൾക്കും മറുപടി പറയണം. അതല്ലാതെ തന്നെ ഇപ്പോൾ വഹുവൽ ഗഫൂറുർ റഹീം എന്നിടത്ത് ചോദ്യമൊന്നുമില്ല. അവിടെ അള്ളാഹു ഗഫൂറുർ റഹീമാണെന്ന് പറയുമ്പോഴും നമ്മൾ അതിനൊരു മറുപടി അവിടെ പറയണം. ആയിക്കോട്ടെ, അള്ളാഹു റബ്ബി ഗഫിർലി റബ്ബി ഗഫൂറുർ റഹീം അൻത ഖൈറുർ റഹീമീൻ, നീ വലിയ ഗഫൂറുർ റഹീമാണ് റബ്ബേ, നീ എനിക്കും പുറത്തുകൊണ്ട് ആ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതേപോലെ ഇത്തരം ചോദ്യങ്ങളുള്ള ഭാഗത്തും നമ്മൾ മറുപടി പറയണം. വത്തീനിയുടെ അവസാനം നമ്മൾ പറയാറുണ്ട് അല്ലേ? എന്ത് അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ എന്ന് ചോദിക്കുമ്പോൾ ബലാ വഅന അലാ ദാലിക മിനശ് ഷാഹിദീൻ എന്ന് നമ്മൾ പറയാറുണ്ട്. സൂറത്തുർ റഹ്മാനിൽ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന് ഓതുമ്പോൾ ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലക്കൽ ഹംദ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഓരോ ആയത്തിനും അത് പറയണമെന്നാണ്. അതാണ് അതിൻ്റെ ശരിയായ രൂപം. ഇനി എല്ലാറ്റിനും പറയാൻ സമയമില്ലെങ്കിൽ, കഴിഞ്ഞില്ലെങ്കിൽ ഇടയ്ക്കെങ്കിലും പറയുക, അറ്റ്ലീസ്റ്റ് മനസ്സിലെങ്കിലും അതിന് മറുപടി പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് സൂറത്തുർ റഹ്മാൻ ഓതിക്കൊടുത്തപ്പോൾ പറഞ്ഞു, ഞാനിത് ജിന്നുകൾക്ക് ഓതിക്കൊടുത്തപ്പോൾ ഓല് നിങ്ങളിലേറെ പ്രതികരണ ശേഷിയുള്ള ആളുകളായിരുന്ന നിങ്ങൾ പറയുന്നതിലേറെ തവണ അവർ ഓരോ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാനിനും ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലക്കൽ ഹംദ് എന്ന് മറുപടി പറഞ്ഞിരുന്നല്ലോ, നിങ്ങളെന്താണ് പറയാത്തത് എന്ന് സ്വഹാബികളോട് ചോദിച്ചിരുന്നു എന്നാണ്. അപ്പോൾ ഓരോന്നിനും നമ്മൾ മറുപടി പറയുക. പിന്നെ ഫബിഅയ്യി ഹദീസിൻ ബഅദഹു യുഅ്മിനൂൻ എന്ന സൂറത്തുൽ മുർസലാത്തിലെ 50-ാമത്തെ ആയത്തിന് ശേഷം നമ്മൾ എന്താണ് പറയേണ്ടത്? ആമന്നാ ബില്ലാഹ് എന്ന് നമ്മൾ പറയണം. നമ്മൾ ആ വിഷയം പഠിച്ചിട്ടുണ്ട്. ആമന്നാ ബില്ലാഹ് ഫബിഅയ്യി ഹദീസിൻ ബഅദഹു യുഅ്മിനൂൻ. ഇതിന് ശേഷം നീ എന്ത് കാര്യങ്ങളെ കൊണ്ടാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്നുള്ള ചോദ്യം. നിങ്ങൾക്ക് എന്തിനാ വിശ്വസിക്കുക, ഇതിന് വിശ്വസിച്ചില്ലെങ്കിൽ എന്നതാണ് ചോദ്യം. നമ്മൾ പറയണം ആമന്നാ ബില്ലാഹ്, ഞങ്ങൾ വിശ്വസിച്ചു, നിന്നിൽ ഞങ്ങൾ വിശ്വസിച്ചു റബ്ബേ. അപ്പോൾ ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി പറയണം. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മുടെ ഷാഫി മദ്ഹബിലെ പ്രമുഖനായ പണ്ഡിതനാണ്. അദ്ദേഹമൊക്കെ ഈ വിഷയം എപ്പോഴും പറയാനുണ്ട്. നിസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലും, എങ്ങനെ ഒറ്റക്കാണെങ്കിലും ഇമാമിൻ്റെ കൂടെ ആണെങ്കിലും, എങ്ങനെയാണെങ്കിലും, ഇമാമാണെങ്കിലും മഅ്മൂമാണെങ്കിലും ഒക്കെ ഖുർആൻ ഓതുന്ന സമയത്ത്, പിന്നെ നിസ്കാരത്തിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും ഖുർആനിന് മറുപടി കൊടുത്ത് ഓതുകയും ചെയ്യാനും ഇത് പ്രത്യേകം സുന്നത്താണ്. ഇത് നമ്മൾ ചെയ്യേണ്ടതാണ്. പരിശുദ്ധ ഖുർആൻ ആലോചിച്ച് ഓതുന്നതിൻ്റെ ഒരു ഫലമാണ് അവിടെ ലഭിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് കൂലിയും ആ സമയത്ത് ദുആ ചെയ്താൽ, ഖുർആൻ ഓതിക്കൊണ്ടുള്ള ദുആയിൽ അതിന് ഉത്തരമുണ്ടാവുമല്ലോ. അപ്പോൾ എന്തിനാണ് നമ്മൾ ആ സമയം ഒഴിവാക്കുന്നത്, പിന്നെ വെറുതെ വിടുന്നത് അല്ലേ? സ്വർഗത്തിലെ ആളുകളെ പറയുമ്പോൾ ഞങ്ങൾ ആ കൂട്ടത്തിൽ പെടുത്തണേ എന്ന് ആ സമയത്തും ദുആ ചെയ്യുക, ഉത്തരം നൽകും ഇൻഷാ അല്ലാഹ്. ഖുർആൻ ഓതുന്നതിനിടയിലുള്ള ചോദ്യമാണ്. നരകത്തെക്കുറിച്ച് പറയുമ്പോൾ കാക്കണ റബ്ബേ എന്ന് മറുപടി പറയുക. ഗഫൂർ റഹീം എന്ന് പറയുമ്പോൾ പഠിച്ചത് ഞങ്ങൾക്കും പുറത്തു തരണേ എന്ന് പറയുക, റബ്ബി ഗഫൂർ റഹീം അൻത ഖൈറുർ റഹീമീൻ. അതേപോലെ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സുബ്ഹാനകല്ലാഹുമ്മ ബലാ, അതേ റബ്ബേ ഞങ്ങൾ സമ്മതിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ സമ്മതിക്കുക. അത് വലിയൊരു സന്തോഷമുള്ള കാര്യമല്ലേ, അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമല്ലേ. നമ്മളത് ഒഴിവാക്കരുത് എന്ന് സാന്ദർഭികമായി ഞാൻ പറയുകയാണ്. ഓരോ സംഗതികളും അങ്ങനെ തന്നെയാണ്. പിന്നെ എല്ലാത്തിനും മറുപടി പറയുക, അത് ജായിസാണ്, ഇത് നല്ലതാണ്, സുന്നത്താണ്. ഇമാം നവവി തങ്ങൾ പ്രത്യേകമായി അത് പറഞ്ഞു റഹ്മത്തുള്ളാഹി അലൈഹി. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അപ്പോൾ ഈ ആയത്ത്, ഈ സൂറ നമ്മളിവിടെ ഈ ഒരു ചർച്ചയോടുകൂടെ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ് ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അത് ജീവിതത്തിൽ പകർത്തണമെന്ന് ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ പഠിച്ചതും കേട്ടതുമൊക്കെ സ്വാലിഹായ അമലായി റബ്ബ് സ്വീകരിക്കട്ടെ. ആഖിറത്തിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള വഴിയായി അള്ളാഹു തആല മാറ്റിത്തരട്ടെ. അള്ളാഹുവിൻ്റെ കലാമിനെ സ്നേഹിച്ച, അവരെ ആ കലാമിനെ ഇഷ്ടപ്പെടുന്ന, അത് ജീവിതത്തിൽ പകർത്തി കൊണ്ട് നടക്കുന്ന, ധാരാളം പാരായണം ചെയ്യുന്ന, അത് സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ ചേർത്ത് തരട്ടെ. ആമീനും. നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മൾ ഈ പഠിക്കുന്ന ഈയൊക്കെ സമയം, നമ്മളിതിന് കേൾക്കുന്ന സമയം, ഈ വോയിസുകൾ കേൾക്കാൻ ഉപയോഗിക്കുന്ന സമയം, ഇതിനു വേണ്ടി പരീക്ഷ എഴുതാൻ ഉപയോഗിക്കുന്ന സമയം ഒക്കെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഇബാദത്തുകളാക്കി മാറ്റി റബ്ബ് നമുക്ക് അർഹമായ പ്രതിഫലം രണ്ട് ലോകത്തും തരട്ടെ. ആമീൻ. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. പ്രത്യേകം വസിയത്ത് ചെയ്യാണ്. ദുനിയാവും ആഖിറവും രക്ഷപ്പെടണം. അള്ളാഹു തങ്ങളെ രണ്ട് ലോകത്തും രക്ഷപ്പെടുത്തട്ടെ. ആമീൻ. ആഖിബത്ത് നന്നാവണം. അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. ആമീൻ. സ്വർഗത്തിലെത്തണം നമുക്ക് എല്ലാവർക്കും അല്ലേ? അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ആമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അടുത്ത സൂറ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.